നമസ്കാരം. കന്നഡ മണ്ണിൽ BJP-JDS സഖ്യത്തിന് തിരിച്ചടിയുടെ നാളുകളും കോൺഗ്രസ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നു. കർണാടകയിലെ BJPയുടെ ശക്തനായ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കോട്ടൈ ശിവണ്ണയും മറ്റു പ്രമുഖരായ നിരവധി നേതാക്കളും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കോട്ടൈ ശിവണ്ണ എന്ന ജനകീയനായ നേതാവിൻ്റെ തട്ടകമായ മൈസൂരു കുടക് മേഖലകളിൽ BJPക്ക് ഇത് കനത്ത തിരിച്ചടിയായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ BJPയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ജനകീയനായ കോട്ടൈ ശിവണ്ണ എന്ന മുതിർന്ന നേതാവിൻ്റെ വിടവ് തിരിച്ചടിയാകും BJPക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് ക്യാമ്പിന് ഇത് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തുമേകും. ഈ മേഖലകളിൽ BJP വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ് DKയുടെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ക്യാമ്പ്. ശിവണ്ണയ്ക്കൊപ്പം BJPയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശശികല നാഗരാജ്, BJP നേതാവ് HV രാജു, മൈസൂർ മേഖലയിൽ നിന്നും വലിയ സ്വാധീനമുള്ള ബഡ്ഡ വാസു എന്നിവരും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെത്തിയ പ്രമുഖ നേതാക്കളിൽപ്പെട്ടവരാണ് ഇന്ന് കടന്നുവന്ന ഈ നേതാക്കൾ. 20ലധികം സീറ്റുകൾ ലക്ഷ്യമിടുന്ന കർണാടകയിൽ കോൺഗ്രസ് ക്യാമ്പിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന നീക്കമാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടൈ ശിവണ്ണ എന്ന നേതാവിനൊപ്പം ഇന്ന് കോൺഗ്രസിൽ ചേർന്ന പ്രമുഖരായ മറ്റു നേതാക്കൾക്കും അവരവരുടേതായ തട്ടകങ്ങളിൽ ശക്തമായ ജനസ്വാധീനമുള്ള നേതാക്കളാണ്. മൈസൂരു കുടക് മേഖലകളിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇത് വർദ്ധിപ്പിക്കാനും വലിയ രീതിയിൽ ഗുണം ചെയ്യും. ബഡ്ഡ വാസു എന്ന ജനകീയനായ നേതാവ് മൈസൂരു മേഖലയിലെ അറിയപ്പെടുന്ന BJPയുടെ പ്രമുഖനായ നേതാവാണ്. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന ബഡ്ഡ വാസു വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് ഇതിനോടകം തന്നെ കോൺഗ്രസിന് വേണ്ടി തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ BJPയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ നേതാവ് കൂടിയ HV രാജുവും മൈസൂരു മേഖലകളിൽ ശക്തമായ ജനസ്വാധീനമുള്ള നേതാവാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾ BJP വിടുന്നത് BJPക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ JDSൻ്റെ നിരവധിയായ നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസ് മുന്നേറ്റത്തിൻ്റെ സൂചനയായാണ് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത്.